ഇന്ന് ഞാൻ റംദാൻ നോയമ്പ് എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. വെളുപ്പിനെ 4 മണിയായിട്ട് എഴുന്നേറ്റു. പിന്നെ ബ്രെഡൊക്കെ ഉണ്ടാക്കി. പാവം അച്ചാച്ചനും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. തണ്ണിമത്തനും ബ്രെഡും പിന്നെ തേയിലവെള്ളവുമായിരുന്നു രാവിലത്തെ ഫുഡ്. നമുക്കിങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് ഒരുപാടൊന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഈ വെളുപ്പിനെ നമ്മൾ എണ്ണിക്കാറ് പോലും ഇല്ലല്ലോ. അപ്പോൾ റോഡൊക്കെ പോയി കാണാമെന്ന് വെച്ചാൽ ആ സമയത്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ബാങ്ക് വിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. 5 മണിയാവാനേ. ഞാൻ കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടിട്ട് വേണം നമുക്ക് നൊയമ്പ് തുറക്കാനായിട്ട്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളി കേട്ടോ. അതുകൊണ്ട് ബാങ്ക് വിളിക്കുന്നത് കറക്റ്റായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അങ്ങനെ ബാങ്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഡേറ്റ്സ് ആണ് ആദ്യം കഴിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടുള്ള പരിചയമുള്ളൂ. എനിക്കിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. എൻ്റെ ഒരു ആഗ്രഹപ്രകാരം മാത്രം ഞാൻ എടുത്ത നൊയമ്പാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ ശരിക്കും വിചാരിച്ചായിരുന്നു കേട്ടോ ഒരു ദിവസം നൊയമ്പ് എടുക്കണമെന്ന്. പക്ഷേ എനിക്കത് പറ്റിയില്ല. ഈ വർഷം നൊയമ്പ് തുടങ്ങിയപ്പോൾ മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ദിവസം എടുക്കണമെന്ന്. ഞാൻ ഇടയ്ക്ക് അച്ചാച്ചനോട് പറയുമായിരുന്നു കേട്ടോ എനിക്ക് ഒരു ദിവസം നൊയമ്പ് എടുക്കണമെന്ന് കേട്ടോ. എന്നെ എടുക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ നീ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു കാര്യത്തിൽ അച്ചാച്ചൻ നല്ല സപ്പോർട്ടീവായിട്ട് ഒരാളാണ് കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങൾ നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ ഈ ഒരു ദിവസം നൊയമ്പ് എടുത്തില്ലെങ്കിൽ ഇനി 5-6 ദിവസം കൊണ്ട് നൊയമ്പ് തീരുമല്ലോ. പിന്നെ എനിക്ക് ഇന്നൊരു ഓഫായിരുന്നു കേട്ടോ. അതുകൊണ്ട് തലേന്നേയും ഞാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു ഇന്ന് എനിക്ക് എന്തായാലും നൊയമ്പ് എടുക്കണമെന്ന്. ദൈവത്തിൻ്റെ കൃപയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നൊയമ്പ് പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് പറ്റി കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹ സബലീകരണമാണിത് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. കാരണം ഇടയ്ക്ക് വെച്ച് ഇത് ബ്രേക്കായി പോകുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഇടയ്ക്ക് എനിക്ക് ചെറുതായിട്ട് തലവേദന പോലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ടേസ്റ്റ് നോക്കാൻ പറ്റത്തില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അച്ചാച്ചൻ എന്നെ വിളിച്ചിട്ട് പറയും ടേസ്റ്റ് നോക്കരുത്, ഉപ്പൊന്നും നോക്കരുത്, നൊയമ്പും മുറിഞ്ഞു പോകുന്നേ. എനിക്ക് അത് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ മുളകുണ്ടോ ഉപ്പുണ്ടോ എന്നൊന്നും ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് കൊള്ളാവുന്നേ. എന്നാൽ കഴിച്ച് നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോ അതോ ഞാൻ ഇത്രയും നേരം വിശന്നിരുന്നുകൊണ്ടാണോ എന്നറിയത്തില്ല. ഞാൻ തന്നെയാണോ ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കിയെന്ന് ഞാൻ തന്നെ അതിശയിച്ച് പോയി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ നൊയമ്പ് കേട്ടോ.